സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. രണ്ടാം ഘട്ട പ്രചരണത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ബി.ജെ.പിയുടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുണ്ട്. അത് ഇന്നോ നാളെയോ ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. വിവരങ്ങളുമായി വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്നും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ അടക്കം ഉള്ള തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം, പ്രത്യേകിച്ച് ഇന്ന് ഓശാന ഞായറാണ്, വിശ്വാസികൾ കൂടുന്ന സ്ഥലത്തൊക്കെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട്. ശശി തരൂർ അടക്കമുള്ളവർ. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി ദിവസങ്ങൾ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള ദിവസങ്ങൾ കൂടെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാം എന്ന രീതിക്കുള്ള പ്രചരണങ്ങളുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എതിരെ നിൽക്കുന്ന മുന്നണിയെയും സ്ഥാനാർത്ഥികളെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണവും അതിനോടൊപ്പം തന്നെ നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പിയും അതുപോലെ തന്നെ എൽ.ഡി.എഫും ഇത്തരത്തിലുള്ള പരസ്പരം വിമർശനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണ പരിപാടി നടത്തുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ എൽ.ഡി.എഫിന്റെ ഭാഗത്തു നിന്ന് ഉയരുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി വി രാജേഷ് അതിന് മറുപടി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലം രണ്ടും ബി.ജെ.പിക്ക് അനുകൂലമാകും, ബി.ജെ.പിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും തന്നെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടക്കാനിരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിശദീകരണം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മുകേഷും അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രനും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളും 2, 3 ഘട്ട പ്രചരണ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ബി.ജെ.പി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പോലുമുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വയനാട് അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപനം നടക്കാനിരിക്കുന്നുണ്ട്. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 4 മണ്ഡലങ്ങളിലും ബി.ജെ.പി മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റ് ആറ്റിങ്ങൽ, കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട, ഞാൻ തിരിച്ചെത്താം. തെക്കൻ കേരളത്തിന്റെ മറ്റു വിവരങ്ങളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മലബാറിന്റെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘന കൂടി ചേരുകയാണ്.